ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എന്നോട് എപ്പോഴും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന കുറെ കോമൺ ആയിട്ടുള്ള സ്കിൻ കെയർ ഡൗട്ട്സുകളാണ്. അത് കമന്റ് ബോക്സിലൊന്നല്ല, ഡി എംസിലാണ്. ഇതിപ്പോ ഒരാളെന്നല്ല, എല്ലാവരും ഒരുവിധം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് Q&A അല്ല, ഒരു ജനറൽ സ്കിൻ കെയർ വീഡിയോ ആണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഡൗട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിൻ കെയർ നെസസറി ആണോ? കാരണം ഞാൻ സ്കിൻ കെയർ റിലേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് DMസിലും കളിയാക്കിയൊക്കെ ചോദിക്കാറുള്ള കാര്യമാണ്, സ്കിൻ കെയർ നെസസറി ആണോ? ഞാൻ പറയും സ്കിൻ കെയർ നെസസറി ആണ്. എൻ്റെ അടുത്തൊരു 10 വർഷം മുന്നേ ഞാനൊക്കെ സ്കിൻ കെയർ എന്താണ് സ്കിൻ കെയർ ചെയ്യുന്നത് എന്താണ് സ്കിൻ കെയർ എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പൊ ഞാൻ പറയും ഡെഫിനറ്റ്ലി സ്കിൻ കെയർ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നിങ്ങളൊരു 10 സ്റ്റെപ്പ് റൊട്ടീനോ അല്ലെങ്കിൽ 5-6 സ്റ്റെപ്പ് റൊട്ടീനോ ചെയ്യണോ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഫേസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ്സും ഇച്ചിനെസ്സും ഒന്നും വരാതിരിക്കാനായിട്ട്. സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. സ്കിൻ കെയർ എന്നുള്ള ഒരു ലേബലിന് അപ്പുറത്ത്, ലേബൽ വന്നപ്പോ തൊട്ടാണ് ആൾക്കാർക്ക് ഈ സ്കിൻ കെയർ എന്തിന് പൈസ കളയണം എന്നുള്ള ചിന്ത വന്നത്. ആ ലേബൽ ഇല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ബോഡിയിലുള്ള അഴുക്ക് കഴുകി കളയേണ്ടത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആണ്. നമ്മൾ കുളിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? അതും സ്കിൻ കെയർ തന്നെയല്ലേ? അപ്പൊ അഴുക്ക് കഴുകളെയും കുളിക്കണം, അതുപോലെ ഫേസിലുള്ള ഡേർട്ട് കഴുകളെയും കുളിക്കണം. അപ്പൊ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്തിട്ട് അത് ചെയ്യുക എന്നൊരു ബ്രാൻഡ് വരുമ്പോഴാണ് സ്കിൻ കെയറിലോട്ട് പോകുന്നത്. അത് സ്കിൻ കെയർ അല്ല ബേസിക്കലി, അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രാൻഡിങ് വരുന്നതാണ് സ്കിൻ കെയർ ആയിട്ട് ചെയ്യുക എന്നുള്ളത്. സോ ഫേസ് വാഷ് നെസസറി ആണ്. നമ്മുടെ ബോഡിയിൽ എങ്ങനെ കെയർ നമ്മൾ നന്നായിട്ട് സോപ്പ് തേച്ച് കുളിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ അഴുക്ക് കളയാനായിട്ട് കുളിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസിന്റെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഫേസ് വാഷ് നെസസറി ആണെന്ന് മനസ്സിലായാലോ. നമുക്കറിയാം, നമ്മുടെ ബോഡി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി എന്തെങ്കിലും ക്രീം എടുത്ത് തേക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെക്കാളും വളരെ ചെറിയ മൃദുലമായ സാധനമാണ് നമ്മുടെ ഫേസിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസിലുള്ള ഡ്രൈനെസ് മാറ്റാനായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന അത് സ്കിൻ കെയറിനപ്പുറം നമ്മുടെ പേഴ്സണൽ കെയർ തന്നെയല്ലേ. അടുത്തതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ എന്ന് പറയുന്നതും ഒരു ഹെൽത്ത് കെയർ അല്ലേ? നമുക്കറിയാം ഇന്നത്തെ UV ഇൻഡെക്സ് പണ്ടത്തെ പോലെ അല്ല. UV ഇൻഡെക്സ് 2 ആയിരുന്നെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടണമെന്ന് ആരും പറയാനും പോണില്ല. പക്ഷെ ഇന്നത്തെ UV ഇൻഡെക്സ് 2-ന് മുകളിലാണ്, ഏകദേശം 10-ഉം 14-ഉം വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മളെ സൺ പ്രൊട്ടക്ഷൻ തരുന്നത്, സൺ പ്രൊട്ടക്ഷൻ, UV ഇൻഡെക്സ്, സ്കിൻ ഡാർക്ക്നെസ് അതൊക്കെ പോട്ടെ, നമ്മുടെ കൊളാജിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ബേൺസ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എത്ര വാർത്തകളാണ് സ്കിൻ ബേണിനെ പറ്റി വരുന്നത്. അത് കുറയ്ക്കാനായിട്ട്, കംപ്ലീറ്റ്ലി കുറയ്ക്കുന്നില്ല, അതിന് ഇന്റൻസിറ്റി ഡെഫിനറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സ്കിൻ ക്യാൻസർ ഡെഫിനറ്റ്ലി നമുക്ക് സൺ ഡാമേജ് സണ്ണിൽ UV ലൈറ്റ്സ് നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് അറിയാലോ. എല്ലാവർക്കും വന്നില്ലെങ്കിൽ ചിലർക്കെങ്കിലും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതിന്റെ ചാൻസും സൺസ്ക്രീൻ യൂസ് ചെയ്താൽ കുറയും. അപ്പൊ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ടല്ല, നമ്മുടെ നെസസിറ്റി ആയിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഹെൽത്ത് കെയറിനോട്ട് നമ്മുടെ പേഴ്സണൽ കെയറിലും വരുന്ന കാര്യമാണ്, ബ്രഷിംഗ് പോലെ അല്ലെങ്കിൽ കുളിക്കുന്നത് പോലെ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ നെസസറി തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കിൻ കെയറിലോട്ട് വരുന്ന ആൾക്കാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി, സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ പറ്റണില്ല, ഞാൻ കുറേ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞൊക്കെ ചെയ്തു നോക്കി, എന്തുകൊണ്ട്? റീസൺ എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സ്കിൻ എന്താണെന്ന് മനസ്സിലാവാത്തത്. 2, നിങ്ങളിപ്പോ എന്താ പറയുന്നത്, എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആക്കുന്നു, പക്ഷേ നിങ്ങൾ അതിനുശേഷം യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്കിൻ വീണ്ടും ഓയിലി ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ മനസ്സിലാക്കാനായിട്ട് ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു വെതറിന്റെ സമയത്ത് നമ്മൾ സ്കിൻ കെയർ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. പക്ഷെ ഈ ഒരു സമ്മർ സീസണിൽ എൻ്റെ അടുത്തോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഓയിലി കോമ്പിനേഷൻ ആണോ, അത് കംപ്ലീറ്റ്ലി ഓയിലി സ്കിൻ ആണെന്ന്. കാരണം എൻ്റെ T-സോണിൽ ഈ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന്റെ അത്യാവശ്യം നോർമൽ ആയിട്ടിരിക്കുന്ന ഫേസിന്റെ ബാക്കി ഭാഗങ്ങളിലും, അത് ഓയിലിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ T-സോൺ നല്ല ഓയിലിയാണ്, ബാക്കി എനിക്ക് കംപ്ലീറ്റ്ലി നോർമൽ ആണ്. പക്ഷെ ഒരു സമ്മർ സീസണിലോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ T-സോണിലെ ഓയിൽനെസ് കൂടും, ബാക്കിയുള്ള ഫേസിലുള്ള ഓയിൽനെസ് കുറച്ചുകൂടെ കൂടും. നോർമൽ ആയിരിക്കുന്ന സ്കിൻ കൂടെ കുറച്ച് ഓയിലിയാണ്. അപ്പൊ അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ സ്കിന്നിലോട്ട് പോകും. അപ്പൊ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടും നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടും നമ്മുടെ സ്കിൻ ടൈപ്പിന് ചെറിയ 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 വ്യത്യാസം വരും. അപ്പൊ ബേസിക്കലി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നതിനെ ചിന്തിക്കുന്നൊക്കെ ഇരിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, ഒന്ന് പ്രൊഡക്റ്റ് ഒന്നും ഇടാതിരിക്കുമ്പോൾ
ഇപ്പോഴും നിങ്ങൾക്ക് എണ്ണമയം ഫീൽ ചെയ്യാറുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്, മൊത്തം എണ്ണമയം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ. അതല്ല, നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡ്രൈനെസ് തോന്നുന്നു ഫേസിൽ, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, പക്ഷെ ചില ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് ഓയിലി, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ ആണെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ആണ്. ചില ഭാഗത്ത് ഓയിൽനെസ്സും ചില ഭാഗത്ത് നല്ല ഡ്രൈനെസ് ആണെങ്കിൽ നിങ്ങളുടെ ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ആണ്. ചില ഭാഗത്ത് നല്ല ഡ്രൈനെസ് തോന്നും, ചില ഭാഗത്ത് ഒന്നും തോന്നാറില്ല. നോർമൽ ഡ്രൈ സ്കിൻ ആണത്. നിങ്ങൾക്ക് ഒന്നും തോന്നാറില്ല, നോർമൽ സ്കിൻ ആണ്. നിങ്ങളുടെ ഫേസിൽ പെട്ടെന്ന് മോക്കുരു വരും. ആക്നെ പ്രോൺ സ്കിൻ ആണ്. മാത്രമല്ല ആക്നെ പ്രോൺ ആകുമ്പോൾ അത് കുറച്ച് എണ്ണമയത്തിലാണ് നിങ്ങൾക്ക് ആക്നെ വരുന്നെങ്കിൽ ഓയിലി ആക്നെ പ്രോൺ ആണ്. അതല്ല, നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും, പക്ഷെ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണ്, പക്ഷെ ഫേസ് കഷ്ടപ്പെട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നു, അത് ഒരു ടൈപ്പ് ഡ്രൈ സ്കിൻ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത്. അതല്ല, നിങ്ങൾക്കൊരു പ്രോപ്പർ ടെക്നിക്കലി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ്, അതായത് മണമില്ലാത്തത്, അതുപോലെ ഒന്നുമില്ലാത്തത്, നമ്മൾ ബേസിക് ഫേസ് വാഷ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കടയിൽ പോയി സെറ്റാഫിലിന്റെ ഫേസ് വാഷ് വാങ്ങിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിളിന്റെ ജെൽ ഫേസ് വാഷ് ആയാലും മതി. എനിക്ക് ഏറ്റവും നല്ലത് സെറ്റാഫിലാണ്. കാരണം അവർ നമ്മൾ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യുക, നമ്മൾ അഴുക്ക് മാത്രം എടുത്ത് കളയും. സിമ്പിള് എക്സസീവ് ആയിട്ട് ഓയിൽ ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയും കൂടെ ഒന്ന് കഴുകിക്കളയാനായിട്ട് ശ്രമിക്കും. സിമ്പിളിലോട്ട് പോകുന്ന ഡ്രൈ ആക്കും എന്നല്ല, എന്നാൽ കുറച്ച് ഓയിൽ അത് സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. അഴുക്ക് മാത്രം എടുത്ത് കളയാനേ സെറ്റാഫിന് പറ്റും. കാരണം അതൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഫാർമസി പോയിട്ട് എൻ്റെ ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള ഒരു സോപ്പ് ഇതാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇതാ എന്ന് പറഞ്ഞാൽ അവർ ഫേസ് വാഷ് അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മണമൊന്നും ഇല്ലാത്ത ഫേസ് വാഷ് ആയിരുന്നാൽ കുറച്ചും നല്ലത്. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ഫേസ് വാഷ് ഇട്ടിട്ട് കിടന്നു കുറവ്. എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫേസ് ഫീൽ ആവുന്നതെന്ന് നോക്കുക. ഞാൻ ഈ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫീൽ ആവും, ഡെഫിനറ്റ്ലി ഫീൽ ആവും. അതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കുറച്ച് സമ്മർ സീസണിലോട്ടായിരിക്കും ഓയിൽനെസ് എന്തായാലും കൂടുതലായിരിക്കും. സോ അത് നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ആ ഒരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി വരും. നമുക്ക് ഒരു പർട്ടിക്കുലർ സ്കിൻ ടൈപ്പ് ആയിട്ട് പിക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മുടെ കഴിക്കുന്ന ഫുഡ്, ഓയിലി അടങ്ങിയ ഫുഡ് അധികം കഴിച്ച എക്സസീവ് ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ചധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സമ്മർ വിന്റർ സീസണിലോട്ടായാലും നിങ്ങളുടെ സ്കിൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സ്കിൻ ടൈപ്പിനെ മനസ്സിലാക്കാൻ. ഞാൻ ഐക്കാർഡ് കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടോ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചി ബെസ്റ്റ് സിറം ഏതാണ്? അങ്ങനെ ഒരു ആൻസർ ഇല്ല. നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് സിറത്തിന്റെ ഇത് മാറി വരും. അതായത് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ, ചേച്ചി എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആണ്, ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല വരുന്നത്. ചേച്ചി എൻ്റെ മുഖത്ത് ഒരുപാട് ഓപ്പൺ പോസ് ഉണ്ട്, അപ്പൊ എനിക്ക് ഏത് സിറം ആയിരിക്കും നല്ലത്? ഒരു കാര്യം മനസ്സിലാക്കാം, ഓപ്പൺ പോസ് നമുക്ക് 2 രീതിയിൽ വരാം, അതല്ലെങ്കിൽ 3 രീതി കൂട്ടിക്കും. മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ നല്ല എണ്ണമയമുള്ള സ്കിൻ ആയിരിക്കും. ആ എണ്ണമയം കാരണം നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് കൂടും. അത് കാരണം നമുക്കൊരു കോമ്പിനേഷൻ സ്കിൻ ആവുന്നതുകൊണ്ട് നമുക്ക് ഓപ്പൺ പോസ് വരാം. നാസിനമൈഡാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. അതല്ല, നിങ്ങളുടേത് സ്കിൻ ബാരിയർ ഡാമേജ് ആയി സ്കിൻ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് ഡ്രൈനെസ് കാരണം ഓപ്പൺ പോസ് വരാം. ആ സമയത്ത് നാസിനമൈഡ് നല്ലതാണ്, പക്ഷെ കുറച്ചുകൂടെ നല്ലത് ഹൈലറോണിക് ആസിഡും അതല്ലെങ്കിൽ സെറമൈഡ് അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു 20-23 ഏജിലൊക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇതുവരെ ഫേസിൽ അങ്ങനെ ഓപ്പൺ പോസ് ഒന്നും കണ്ടില്ല, പക്ഷെ പതുക്കെ ഓപ്പൺ പോസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ, അതായത് mid-20s നിങ്ങൾ ഓപ്പൺ പോസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഓയിൽനെസ്സും അല്ല ഡ്രൈനെസ്സും അല്ല, നിങ്ങളുടെ ഫേസിലുള്ള കൊളാജൻ ബ്രേക്ക് ഡൗൺ ആവുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ ഒരു ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയുകയും അതിന്റെ ബ്രേക്ക് ഡൗൺ റേഞ്ച് കൂടി വരികയും ചെയ്യും. അത് കാരണം ഓപ്പൺ പോസ് വരും. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പെപ്റ്റൈഡ്സ്, റെറ്റിനോൾസും ആണ്. അതുപോലെ നമ്മുടെ സ്കിൻ കൺസേൺസ് അനുസരിച്ചിട്ട് നമ്മുടെ ഓരോ സിറത്തിന് ബെസ്റ്റ് സിറോ മാറും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് ആണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നൊരു എക്സ്ഫോളിയേറ്റിംഗ് സിറോ ആണെങ്കിൽ വേണമെങ്കിൽ കോജിക് ആസിഡ് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഒക്കെ കൺട്രോൾ ചെയ്യാനല്ല, നിങ്ങൾക്ക് ഓയിൽനെസ് കൺട്രോൾ ചെയ്യണം, ആക്നെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ സാലിസിലിക് ആസിഡ് ആണ് നല്ലത്. പക്ഷെ അതേസമയം നിങ്ങളുടെ ആക്നെ പസ് ഫിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെൻസോയിൽ പെറോക്സൈഡ് ആണ് നല്ലത്. പക്ഷെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ രണ്ടിനേക്കാളും നല്ലത് അസലിക് ആസിഡ് ആണ്. നിങ്ങളുടെ മുഖത്ത് മോക്കുരു വന്നു, അത് പാട് ലീവ് ചെയ്യും, പക്ഷെ അത് ബ്രൗൺ പാടാണെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡും റെഡ് കളർ പാടാണെങ്കിൽ അസലിക് ആസിഡ് ആണ് നല്ലത്. അതായത്
ഒരുപാട് സ്കിൻ കൺസേൺസ് അനുസരിച്ച് നമ്മുടെ ബേസ് സിറം മാറി മാറി വരും. അപ്പോൾ ഓരോ സ്കിൻ കൺസേൺസിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഐക്കാർഡിൽ കയറി നോക്കി ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ നോക്കിയാൽ നിങ്ങളുടെ സ്കിൻ കൺസേൺ ഏതാണെന്ന് മനസ്സിലാവും. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസും അതല്ലാണ്ട് നമ്മുടെ നമ്മുടെ ഡെയിലി ലൈഫ് ചേഞ്ചിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണം ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടുവെക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് തന്നെ ഉണ്ടല്ലോ, അവിടെ തീർക്കാം. കുറേ നാളായിട്ട്, അതായത് ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന്റെ അന്ന് തൊട്ട് പബ്ലിക്കിലുള്ള ആൾക്കാരും അതിനു മുന്നേ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, നിനക്ക് എന്താണ് ഈ ഫിസിക്കൽ സ്ക്രബിനോട്, അതായത് നമ്മുടെ മുഖത്ത് വരയ്ക്കുന്ന സ്ക്രബിനോടും മാസ്കിനോടും ഇത്രയും വെറുപ്പ്? ഈവൻ തുടരും സിനിമ കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അതിനകത്തൊരു പാട്ട് സീനിൽ ചാർക്കോൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, അയ്യോ എന്ന് തിയേറ്ററിൽ നിന്ന് ഉറക്കം വിളിച്ച ആളാണ് ഞാൻ. സോ അത് വെച്ചിട്ട് പറയുകയാണ്. എന്താണ് റീസൺ ഞാൻ പറഞ്ഞുതരാം. പീൽ ഓഫ് മാസ്ക് ആയാലും ചാർക്കോൾ മാസ്കും കൂടുതൽ ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കളയാനാണ്, അല്ലേ? അല്ലെങ്കിൽ സ്കിന്നിന് ബ്രൈറ്റ്നസിന് വേണ്ടി ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ സ്ക്രബിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേഷൻ, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങ് ഉരച്ച് മറിക്കും. നമ്മുടെ ഫേസിലെ സ്കിൻ എത്ര സ്മൂത്ത് ആണെന്ന് നമുക്ക് നന്നായിട്ട്, എത്ര തിന്ന് ആണ് നമുക്ക് നന്നായിട്ട് അറിയാം. ആ സ്ഥലത്ത് നമ്മൾ ഈ മെറ്റൽ പൊടിയില്ലേ, നമ്മൾ സാധാരണ മണ്ണിന്റെ പൊടി, അത് എടുത്തിട്ട് ഉരയ്ക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ലേ? അതുപോലെയാണ് നമ്മൾ ഫേസിനോടും ചെയ്യുന്നത്. ആ ഗ്രാന്യൂൾസ് ഫൈൻ അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഓരോന്നും ഓരോ ബ്രൗൺ ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും നമ്മുടെ സ്കിന്നിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ള ചെറിയ മൈക്രോ ബ്ലീഡിങ് ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ലോങ് ടേമിൽ നമുക്ക് പിഗ്മെന്റേഷൻ വരും. ഇന്നോ നാളെയോ വരുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 5, 6, 7 വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ പിഗ്മെന്റേഷൻ വിസിബിളി കാണാൻ തുടങ്ങുന്നത്. അത് മാത്രമല്ല, നമുക്ക് സ്കിന്നിൽ ഒരു നാച്ചുറൽ സ്കിൻ ബാരിയർ ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ഫിസിക്കൽ സ്ക്രബ് നല്ല രീതിയിലൊക്കെ അങ്ങോട്ട് ഉരച്ചിട്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ബാരിയറിന് വരെ നമ്മൾ നശിപ്പിച്ചിട്ട് മൂക്കുരു വരുത്തും. എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ കൺസേൺ ഐഡന്റിഫൈ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള സ്ക്രബുകൾ ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പൊ നമ്മൾ കെമിസ്ട്രി പ്ലേയുടെ സ്ക്രബ് യൂസ് ചെയ്ത് അതിന്റെ ഗ്രാനുവൽസ് വളരെ മൈൽഡ് ആണ്. അത് മാത്രമല്ല റൗണ്ട് ആയിട്ടുള്ള പ്രോപ്പർ ഗ്രാനുവൽസ് ആണ്. നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്തേ പറ്റുള്ളെങ്കിൽ അത് യൂസ് ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ എക്സ്ഫോളിയേഷൻ ഏറ്റവും നല്ലത് ഞാൻ പറയും, നിങ്ങൾ പീലുകൾ യൂസ് ചെയ്യും. ഒരു 25 എബോ ഒക്കെ ആകുമ്പോൾ തന്നെ മാത്രമേ നമുക്ക് എക്സ്ഫോളിയേഷന്റെ ആവശ്യം പോലും ഉള്ളൂ. അല്ലെങ്കിൽ 23 എബോക്കൊക്കെ മാത്രമേ നമുക്ക് എക്സ്ഫോളിയേഷന്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ കെമിക്കൽ പീൽ യൂസ് ചെയ്യും. അതിനകത്ത് AHA ഉണ്ട്, BHA ഉണ്ട്, അല്ലെങ്കിൽ PHA ബേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സെൻസിറ്റീവ് ആണ്, നിങ്ങൾ PHA മാത്രമുള്ള ടോണേഴ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള പീലിംഗ് സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന് ഇങ്ങനത്തെ പല സൊല്യൂഷൻസും അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എക്സ്ഫോളിയേറ്റിംഗ് വീഡിയോസിൽ. അതൊന്ന് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് സ്ക്രബുകൾ ഇഷ്ടമല്ലാത്ത കാരണം. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനും പോലെ നമ്മുടെ സ്കിൻ അത് ഒരുപാട് ഡാമേജ് ചെയ്യുകയും ചെയ്യും. സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആണ് നടത്തുന്നത്. ചാർക്കോൾ മാസ്കിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചാർക്കോൾ മാസ്ക് എടുക്കുമ്പോൾ എന്താ പറയുന്നത്, മൈൽഡ് വര കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എടുക്കുന്നത്. നമ്മൾ എടുത്തു കളയുന്ന വൈറ്റ് ഹെഡ്സ് പോലും അല്ല, നമ്മുടെ സെബേഷ്യസ് ഫിലമെന്റും കൂടെയാണ്. അത് പോട്ടെ, അത് ഈ വേണ്ട സാധനം അല്ല എന്ന് പറയാം. പക്ഷെ അതിന്റെ കൂടെ നമ്മളെ ലെയർ സ്കിന്നും കൂടെ കളയുന്നു എന്ന് പറഞ്ഞാൽ പീൽ ഓഫ് മാസ്കുകൾ നല്ലതാണ്. കൊളാജൻ പീൽ ഓഫ് മാസ്കുകൾ നമുക്ക് വല്ലപ്പോഴും ഒരു സ്കിൻ ഗ്ലോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ അത് ഇട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, അത് ഇളക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് പുള്ളി ചെയ്യുന്നില്ല, പുഷ് ചെയ്യുന്നില്ല. ചാർക്കോൾ മാസ്ക് വലിക്കുമ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരുമല്ലോ, ഇവിടെ പിടിക്കുക, വാക്സിങ് ചെയ്യുന്ന കണക്കാണ് നല്ലത്. ഫേസിൽ വാക്സിങ് ചെയ്യാൻ നല്ലതല്ല എന്ന് പറയുന്നത്. പിന്നെ ചാർക്കോൾ മാസ്ക് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു തരത്തിൽ പറഞ്ഞ വാക്സിൻ തന്നെയല്ലേ. എന്നിട്ട് എന്താ ഫലം? ആ പോസ് അവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയല്ലേ ചെയ്യുന്നത്. വീക്കിലി വൺസ് ഒരു സാലിസിലിക് ആസിഡ് 25 എബോ ഏജിനാണെങ്കിൽ റെറ്റിനോളും ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യുക. നാസിനമൈഡ് യൂസ് ചെയ്താൽ, ഡെയിലി നാസിനമൈഡ് സിറം യൂസ് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? വെറുതെ നമ്മുടെ സ്കിന്നെ റെഡിഷ് ആക്കി അതിന് പണി കൊടുക്കുന്നത് എന്തിനാ? അതുകൊണ്ടാണ് എനിക്ക് സ്ക്രബിനോടും ചാർക്കോൾ മാസ്കിനോടും ഇത്രയും വെറുപ്പ്. കാരണം അത് വെറുതെ മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് സ്കിൻ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആയിരിക്കണം, അത് സ്കിൻ ഡാമേജിലോട്ട് പോകരുത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്കിൻ കെയർ ആയിട്ട് ഇറക്കുകയാണെങ്കിൽ സ്കിൻ കെയർ ചെയ്യുക, സ്കിൻ ഡാമേജ് കൊടുക്കരുത്. നമ്മളായിട്ട് പണി വാങ്ങിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിലേ സ്കിൻ ഡാമേജ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? സോ അതുകൊണ്ടാണ് എനിക്ക് അതിനോട് വെറുപ്പ്. അല്ല, വെറുപ്പെന്നല്ല, ഒരു ഇഷ്ടക്കുറവ്. വെറുപ്പ് ഒരു സ്ട്രോങ് വേർഡ്, ഇഷ്ടക്കുറവ്. ചേച്ചി പറഞ്ഞ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അല്ലാണ്ട് തന്നെ യൂസ് ചെയ്തു, പക്ഷെ എനിക്ക് സ്വെറ്റിംഗ് ഉണ്ടാക്കി, പിമ്പിൾസ് ഉണ്ടാക്കി. എന്തുകൊണ്ട്?
റീസൺസ് ഒരുപാടുണ്ട്, പറഞ്ഞുതരാം. നമുക്കറിയാം സൺസ്ക്രീൻ ഒരു ഫിലിം പോലെയാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രീസി ഫോർമുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്രീസി ഫോർമുലേഷൻ നമ്മുടെ ഫേസിൽ വന്നിരിക്കും. അപ്പൊ നമ്മുടെ ഫേസിന് എന്ത് ചെയ്യും, ശ്വസിക്കാൻ പറ്റത്തില്ല. ശ്വസിക്കാൻ പറ്റാത്തപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അതിന് ശ്വസിക്കാൻ വേണ്ടി ഒരു റീസൺ കണ്ടുപിടിക്കും. അപ്പൊ അത് സ്വെറ്റ് ചെയ്യും. അത് രണ്ട്, നമ്മുടെ എല്ലാ സൺസ്ക്രീനകത്തും ഒക്ലൂസീവ് ഏജ് ഉണ്ട്. പ്രത്യേകിച്ചും അത് വാട്ടർ റെസിസ്റ്റൻസ് സൺസ്ക്രീനും മിനറൽ സ്ക്രീനും ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുണ്ടാവും. ഇതും നമ്മുടെ ഫേസിൽ ഒരു ഫിലമെന്റ് ആയിട്ടിരിക്കും. ഈ ഫിലമെന്റും ഹ്യൂമിഡിറ്റിയും ഈ ഫിലിമിന്റെ അണ്ടറിലാണ് നമ്മുടെ ഫേസ് ഹോട്ടും ഹ്യൂമിഡും ആവുന്നത്. അത് കാരണം സ്വെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അടുത്തത്, ഇതൊക്കെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സൺസ്ക്രീൻ സെലക്ട് ചെയ്യാത്തതാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ ആൽക്കഹോളോ അതല്ലെങ്കിൽ ഫ്രാഗ്രൻസ് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും. അത് അങ്ങനത്തെ അപ്പൊ അതുള്ളത് കൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന സൺസ്ക്രീനകത്ത് ആൽക്കഹോൾ ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ആയിട്ട് സ്വെറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ നമ്മുടെ ഫേസിൽ സൺസ്ക്രീൻ ഇടുമ്പോൾ പ്രത്യേകിച്ചും സ്വെറ്റ് ചെയ്യുന്ന നമ്മൾ ഭയങ്കര ഇട്ടിട്ട് വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴാണ്, അതായത് അത്രയും ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ നമ്മൾ ഇത് നല്ല ലെയർ ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യും, ഭയങ്കര ഹോട്ടും ഹ്യൂമിഡ് മെസ്സാവും. ഈ മെസ്സ് കാരണം നമ്മൾ സ്വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇതങ്ങോട്ട് അബ്സോർബ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യും. ഈ റബ്ബിങ് ഫ്രിക്ഷൻ കാരണം നമ്മുടെ ഫേസിൽ ഓൾറെഡി ഒരു ഫിലിമായിട്ടിരിക്കേണ്ട സാധനം ഈ റബ്ബിങ് ഫ്രിക്ഷൻ കൂടെ ആയിട്ട് സ്വെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. അങ്ങനെ സ്വെറ്റിംഗ് സെൻസേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. വിഷ് കെയറിന്റെ ഫ്ലൂയിഡ് സൺസ്ക്രീൻസ് നമ്മൾ അധികം സ്വെറ്റ് ചെയ്യാത്ത സൺസ്ക്രീൻ ആണ്. നമ്മുടെ കോസറെക്സിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, അതുപോലെ തന്നെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഡോട്ട് ആൻഡ് ഡിയുടെ ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ, അക്വലോജിക്കയുടെ വാട്ടർമെലോൺ സൺസ്ക്രീൻ, ഇത് നമ്മുടെ ഫേസിനെ അങ്ങോട്ട് സ്വെറ്റ് ആക്കത്തില്ല. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഫോമിലാണ്. അതായത് നിങ്ങൾക്ക് സൺസ്ക്രീൻ കാരണം സ്വെറ്റിംഗ് ഉണ്ടാവുന്നു, മാർക്കറ്റിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതാണ്, അത് വാങ്ങിച്ചങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. രണ്ടാമത്തത് സൺസ്ക്രീൻ പിമ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, സൺസ്ക്രീൻ വളരെ തിക്കായിട്ടുള്ള സാധനമാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള സാധനമല്ല, പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധനമാണ്. അവസാനത്തെ ലെയർ ആണ് സ്കിൻ കെയറിന്റെ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പോസിൽ വന്നിരുന്നിട്ട് അത് അടയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് കഴുകി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് മോക്കുരു വരില്ല, അതുപോലെ. അപ്പൊ എന്താ, കാരണം മേക്കപ്പ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാറില്ലല്ലോ. എക്സാക്ട്ലി അതുപോലെ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തേക്കുന്ന സാധനമല്ല. സോ അത് കൂടാതെ നിങ്ങൾ വാട്ടർ റെസിസ്റ്റന്റ് ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് ചെറുതായിട്ട് നിങ്ങളുടെ സാധാരണ ഇമ്പ്യൂരിറ്റീസ് പോകുന്ന, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ഒരു അധികം ഇമ്പ്യൂരിറ്റീസ് വലിച്ചു കളയാത്ത ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺസ്ക്രീൻ ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് പോകുന്നില്ല. ഈവൻ നമ്മുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താലും സൺസ്ക്രീൻ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് പോകുന്നില്ല. നിങ്ങൾ ഒന്നുകിൽ ഒരു മിസലർ വാട്ടർ വെച്ചിട്ട് തുടച്ചിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലെൻസിങ് ഓയിൽ, ഓയിലി സ്കിൻ ആണെങ്കിലും നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ക്ലെൻസിങ് ഓയിൽസ് സുഗന്ധയിലും എർത്രൃതത്തിലും ഫേസ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ആനുവയുടെ ക്ലെൻസിങ് ഓയിൽ, ക്ലെയറിന്റെ ക്ലെൻസിങ് ഓയിൽ, ഇതൊന്നും നമ്മുടെ പോസ് ക്ലോഗ് ആക്കുന്ന ക്ലെൻസിങ് ഓയിൽസ് അല്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ നോർമൽ ഫേസ് വാഷ് വെച്ച് കഴുകുക. അതായത് സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ രാത്രി ഉറങ്ങാവുള്ളൂ. അത് കാരണമാണ് നിങ്ങൾക്ക് മൂക്കുരു വരുന്നത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, സമ്മർ സീസണിൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഫ്രീ ആണ്. പക്ഷെ സമ്മർ സീസൺ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് ഒന്നോ രണ്ടോ കുരു എത്ര സ്കിൻ കെയർ ചെയ്താലും വരും. അത് ഹോർമോണലായിട്ടാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചൂടും കാരണവും എന്തൊക്കെ ഹോർമോണൽ പിമ്പിൾസ് ആണ്, എനിക്ക് സമ്മർ സീസണിൽ ഹോർമോണൽ പിമ്പിൾസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സമ്മർ സീസണിൽ പിമ്പിൾസ് വരുന്നത് നോർമലാണ്. പിന്നെ എനിക്ക് കുറച്ച് ഫാമിലി അല്ല ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെയും റീസൺ ആയിട്ട് വന്നാണ് ഈ 2 മൂക്കുരു. സോ മൂക്കുരു വരിക നോർമലാണ്. അത് സൺസ്ക്രീൻ ഇട്ടു എന്നുള്ളത് റീസൺ അല്ല. ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയാത്തതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഡബിൾ ക്ലെൻസിങ് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഡബിൾ ക്ലെൻസിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് 6ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഡബിൾ ക്ലെൻസിങ് നെസസറി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൺസ്ക്രീനിന്റെ കാര്യം ഓർമ്മയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് പറയാം ഡബിൾ ക്ലെൻസിങ് നെസസറി ആണ്. അത് നിങ്ങൾ ഓയിൽ ക്ലെൻസർ കൊണ്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഒരു ക്ലെൻസിങ് മിസലർ വാട്ടർ യൂസ് ചെയ്താലും മതി. നമ്മൾ മേക്കപ്പ് ഒന്നും ഇടാത്തതുകൊണ്ട് മിസലർ വാട്ടർ ആയാലും നമുക്ക് മതി. മേക്കപ്പ് ഇട്ടോ ഇട്ടില്ലയോ എന്നുള്ളതല്ല, നമ്മുടെ ഫേസിൽ 2 ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് വരാം, ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലാത്തതും. ഓയിൽ ബേസ് കളയാൻ എപ്പോഴും നല്ലത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ്. ഓയിലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കറിയാം. അതുകൊണ്ട് ഓയിൽ ബേസ്ഡ് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മിസലർ വാട്ടർ യൂസ് ചെയ്യുക. ഇതിനും നമ്മുടെ ഓയിൽസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തിട്ട് നോർമൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് വെച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം.
അതല്ല, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എത്രയായാലും ഓയിൽ ക്ലെൻസർ പറ്റില്ല, മിസലർ വാട്ടർ യൂസ് ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ട് ആരും ഒരിക്കലും വെറ്റ് വൈപ്സോ മേക്കപ്പ് റിമൂവിങ് വൈപ്സോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ വൈപ്സ് വാങ്ങിച്ചോ, കയ്യിൽ യൂസ് ചെയ്ത്, പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യേണ്ട എന്നേ പറയുള്ളൂ. വൈപ്സ് നെസറി ആയിട്ടുള്ള കാര്യം, കാരണം അതിനകത്ത് ഒരുപാട് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്. രണ്ട്, നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഡ്രാഗ് ചെയ്യത്തില്ല, നമ്മൾ മിസലർ വാട്ടർ വെച്ചിട്ടും ഡ്രാഗ് ചെയ്യുന്ന പോലെ അല്ല വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നത്, കോട്ടൺ വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു വൈപ്പ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഫോഴ്സ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് അതിൻ്റെ കൂടെ നമ്മൾ ഫേസിനെ കൂടെ വലിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് പുഷും പുള്ളും ഡെയിലി ഫേസിൽ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ വലിയാനുള്ള ചാൻസ് ഉണ്ട്, ആ ഒരു സ്ട്രെച്ചിങ് കാരണേ. അപ്പൊ അതുകൊണ്ട് വെറ്റ് വൈപ്സിനേക്കാളും ബെസ്റ്റ് മിസലർ വാട്ടറോ അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിലോ ക്ലെൻസിങ് ബാംസോ ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ, ഞാൻ ഐക്കാർഡ് കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഇനി ഡബിൾ ക്ലെൻസിങ് നെസറി ആണോ എന്ന് ചോദിക്കില്ല, കാരണം സൺസ്ക്രീൻ ഇടുന്നുണ്ടെങ്കിൽ നെസറി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സൺസ്ക്രീൻ കാരണം പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസ് ചെയ്യാനും മറക്കണ്ട. സ്കിൻ കെയർ പൈസ ഉള്ളവർക്കേ വർക്ക് ചെയ്യത്തുള്ളൂ, അതല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ വർക്ക് ആവുന്നു? എനിക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, സ്കിൻ കെയർ പൈസയിലുമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കിൻ കെയർസ് ഉണ്ട്, നോർമൽ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർസ് ഉണ്ട്. രണ്ടിലും വർക്കിംഗ് ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ എവിടെ എങ്ങനെ പൈസ ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഫേസ് വാഷ് ഒരു 2000-ന്റെ വാങ്ങിച്ചിട്ട് മോയിസ്ചറൈസർ 50-ന്റെ വാങ്ങിക്കുന്നതിൽ അർത്ഥമില്ല. ഫേസ് വാഷ് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് വാങ്ങിക്കുക, മോയിസ്ചറൈസറും ബേസിക് ആയിട്ടുള്ളത് മതി. നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് ആ സിറം ഏറ്റവും നല്ലത്, ചിലപ്പോൾ നമുക്ക് നല്ല റേറ്റിലുള്ള സിറം ഉണ്ടായിരിക്കും, പക്ഷെ അത് നമുക്ക് വർക്ക് ചെയ്യണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ റേറ്റ് കുറഞ്ഞതായിരിക്കും വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഓർഡിനറിയുടെ പ്ലം ആണോ നല്ലത്, ഓർഡിനറിയുടെ നയാസിനമൈഡ് ആണോ നല്ലത്, പ്ലമ്മിന്റെ നയാസിനമൈഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വെച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ സ്കിൻ അല്ലേ, പ്ലമ്മിന്റെ ആണ് നല്ലത്. അതേസമയം ബാരിയർ റിപ്പയറിന്റെ കാര്യത്തിൽ വരുമ്പം എൻ്റെ അടുത്ത് ചോദിക്കും ഓർഡിനറിയുടെയും ഡോട്ട് ആൻഡ് കീയുടെയും ബാരിയർ റിപ്പയർ സിറം ആണോ എന്ന് വെച്ചാൽ ഞാൻ പറയും ഇത് രണ്ടും വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾക്ക് സിൻഡലയുടെ ആംബ്യൂൾ വാങ്ങിക്കാൻ പറ്റും, യൂസ് ചെയ്യും, സ്കിൻ ബാരിയറിന് പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചും പ്രൊഡക്റ്റ് അനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരും. സ്കിൻ കെയർ എക്സ്പെൻസീവ് അല്ല, നമ്മളത് റേറ്റ് കുറഞ്ഞ രീതിയിലായാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം വാങ്ങി യൂസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഒന്ന്. രണ്ട്, എനിക്ക് വർക്ക് ചെയ്തതിന്റെ റീസൺ എൻ്റെ സ്കിൻ ടൈപ്പിന് അത് ചേരുന്നുണ്ടായിരിക്കും എനിക്ക് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ ചേരാത്തത് കൊണ്ട് ആയിരിക്കും വർക്ക് ചെയ്യാത്തത്. ഒന്നാമത്തെ റീസൺ. രണ്ട്, നമ്മളൊരു ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ സ്കിൻ കെയറിന് റിസൾട്ട് കിട്ടണം എന്നില്ല. സ്കിൻ കെയർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അത് പോകണം, നമ്മുടെ സ്കിൻ സൈക്കിളിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യണം. അതായത് നല്ല ക്ഷമയോടെ എല്ലാ ദിവസവും കറക്റ്റ് നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്താലേ സ്കിൻ കെയർ വർക്ക് ചെയ്തുള്ളൂ. സ്കിൻ കെയർ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയും വേണം, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു മനസ്സിന്റെ ആ ഒരു ആഗ്രഹവും വേണം. ഇത് രണ്ടും പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സ്കിൻ കെയർ വർക്ക്. മാത്രമല്ല എപ്പോഴും ഓവർ കോൺഷ്യസ് ആവാനും പാടില്ല. നിങ്ങൾ ചിലപ്പം ഓൾറെഡി നിങ്ങൾക്ക് ആ കൺസേൺ ഉണ്ടാവും, പക്ഷെ നിങ്ങളത് ആ കൺസേൺ കാരണം നിങ്ങളത് വാങ്ങിച്ച് സാധനം യൂസ് ചെയ്യും, പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഓവർ കൺസേൺ ആവും. ഓവർ കൺസേൺ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നും. ആഴ്ചയ്ക്ക് പ്രൊഡക്റ്റ് മാറ്റാതെ ഒരേ സ്കിൻ കെയർ റുട്ടീനിൽ മിനിമം ഒരു 3 months 4 months എങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അല്ലെങ്കിൽ 2 ആഴ്ചയോ 1 ആഴ്ചയോ 3 ആഴ്ചയോ യൂസ് ചെയ്തിട്ട് അത് പകുതി വഴിക്ക് കളയാതെ പ്രോപ്പറായിട്ട് 3 months നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കാണുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് തോന്നും. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനൊക്കെ ആർക്കാ സമയം? ഇപ്പൊ 24 മണിക്കൂർ ആർക്കും തികയാറില്ല, പക്ഷെ നമുക്ക് വേണ്ടി നമ്മളൊരു 2 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ല ഉദ്ദേശിച്ചത്, ഒരു 15 മിനിറ്റ് മാറ്റിയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാവരുടെ സ്കിൻ കെയറും വർക്ക് ചെയ്യും. പ്രൊഡക്റ്റ് നമ്മളൊന്ന് മാറ്റിയും തിരിച്ച് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ DMസിലൊക്കെ ഞാൻ വന്ന് റിപ്ലൈ തരാറില്ലേ, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ കമന്റ് തന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാറില്ലേ. സോ അതൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നതിലൊക്കെ കമന്റ് ബോക്സിൽ പറയാം, എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ടായിട്ട് തന്നെയാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ചോദിക്കാം, ഇത് ഞാൻ എത്ര നാൾ യൂസ് ചെയ്യണം? സ്കിൻ കെയർ മെഡിസിൻ അല്ല നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യണം എന്നുള്ളത്, അത് നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് മാറും. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്കിൻ എന്ന് ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എത്ര നാൾ നമുക്ക് കൺട്രോൾ ചെയ്യണോ അത്രയും നാൾ നമുക്ക് യൂസ് ചെയ്തേ പറ്റും. അത് പക്ഷെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ആണ് നിങ്ങൾ സിറം യൂസ് ചെയ്യുന്നതെങ്കിൽ പിഗ്മെന്റേഷൻ മാറിയ പിന്നെ നിങ്ങളത് യൂസ് ചെയ്യണമെന്നില്ല. നമുക്ക് മോക്കുരുവിന് വേണ്ടി നമ്മളൊരു ക്രീം യൂസ് ചെയ്താൽ മോക്കുരു തീരുമ്പോൾ നിങ്ങൾ നിർത്തിക്കോ, കുഴപ്പമില്ല. സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് നമ്മളൊരു സിറം യൂസ് ചെയ്യും, അത് ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ സ്കിൻ ടൈപ്പ് എത്ര നാൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ യൂസ് ചെയ്യണം. സ്കിൻ കൺസേൺസിനാണെങ്കിൽ
നിങ്ങൾക്ക് എത്ര നാൾ സ്കിൻ കൺസേൺ ഉണ്ടോ അത്രയും നാൾ യൂസ് ചെയ്യണം. നിങ്ങളൊരു എന്താ പറയുന്ന ഒരു മിഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആന്റി ഏജിങ് ആണ് നിങ്ങളുടെ മിഷൻ എങ്കിൽ, അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസ് കുറയ്ക്കുകയാണ് നിങ്ങളുടെ മിഷൻ എന്നുണ്ടെങ്കിൽ, അത് ആന്റി ഏജിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ചെയ്താലേ നമുക്ക് ആ റിസൾട്ട് കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ വിറ്റാമിൻ സി നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. റെറ്റിനോൾ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം. ഇതൊക്കെ ആന്റി ഏജിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. പിഗ്മെന്റേഷൻ ആണെങ്കിൽ പിഗ്മെന്റേഷൻ മാറുന്നത് വരെ യൂസ് ചെയ്താൽ മതി. ആന്റി ഓക്സിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈഫ് ലോങ് യൂസ് ചെയ്യണം. കാരണം സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സൺസ്ക്രീൻ ലൈഫ് ലോങ് യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യണം. ഫേസ് വാഷ് യൂസ് ചെയ്യണം. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് കൺസേൺസ് അനുസരിച്ചിട്ടാണ് ഇത് എത്ര നാൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതല്ലാണ്ട് പീല് ഡെഡ് സ്കിൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പീൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തേ പറ്റൂ. പീലിന്റെ യൂസ് ആക്ച്വലി വർഷങ്ങൾ കഴിയുന്നവർ അടുത്തടുത്താണ് വരുന്നത്. കാരണം നമ്മുടെ കൊളാജൻ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യും. കുഞ്ഞിലെ അത് കുറഞ്ഞു വരുമ്പോൾ ഏജ് അനുസരിച്ചിട്ട് കൂടിയാണ് വരുന്നത്. അല്ലെങ്കിൽ കെമിക്കൽ ഇത്ര നാൾ യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നുള്ളതല്ല. നിങ്ങൾ ഒരിക്കലും സ്കിൻ കെയറും മെഡിക്കേറ്റഡ് സ്കിൻ കെയറും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് രണ്ടും ഡിഫറെന്റ് സാധനങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, മെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ നോർമൽ ലൈഫിൽ നമ്മുടെ സ്കിൻ കെയർ എങ്ങനെ കൊണ്ടുപോകാം, നമ്മുടെ സ്കിൻ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റി, നമ്മുടെ സ്കിൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാണ്ട് ഒരു വലിയ സ്കിൻ കൺസേൺ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി. വലിയ സ്കിൻ കൺസേൺ ഇൻ ദ സെൻസ്, അപ്പൊ നിങ്ങളുടെ ഫേസ് ബോഡി ഒരു ടാഗ് വന്നു, അതിലേക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ സിറത്തിലൊന്നും നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ലിറ്ററലി കെമിക്കൽ പീലിന് പോയേ പറ്റുള്ളൂ. കെമിക്കൽ പീൽ ഇൻ ദ സെൻസ് ഡോക്ടറിന്റെ അടുത്ത് പോയി പീലിംഗ് ചെയ്തേ പറ്റുള്ളൂ. അത് നമുക്ക് 3-4 സിറ്റിങ്ങിൽ തീരും. പക്ഷെ നമുക്ക് വീണ്ടും ആ പിഗ്മെന്റേഷൻ മാറുന്നത് നമ്മൾ ചെയ്ത് തീർക്കും. PRP ട്രീറ്റ്മെന്റ് ഇത്ര ചെയ്താൽ മതി. അത് വേറെ, ഇത് വേറെ. അതെപ്പോഴും മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ സ്കിൻ കൺസേൺസ് മാറുന്നവരെ നമുക്ക് സിറം കൺസേൺ മാറിയ സിറം നിർത്തിക്കോ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആ റിസൾട്ട് കംപ്ലീറ്റ്ലി നിൽക്കണമെങ്കിൽ എപ്പോഴും നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടിയുള്ള സ്കിൻ കെയർ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഒരു നോൺ സ്റ്റോപ്പ് ജേർണിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്താൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ, ഞാൻ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള സ്കിൻ കെയർ, അതായത് ഡിഫറെന്റ് ബ്രാൻഡ്സിലെ സ്കിൻ കെയർ എങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കാം, ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഒരുമിച്ച് ഉപയോഗിക്കാം എന്നുള്ളത് എനിക്കറിയാം. ഇതൊരു എന്താ പറയുക, ദുർപ്പിട ട്രയാങ്കിളിലോട്ട് ഇറങ്ങിയ കണക്കാണ് നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങുന്നത്. ഞാനും ഒരു സമയത്ത് അവിടെ നിന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെങ്കിലും ഇപ്പൊ ഒരു 10 വർഷം മുന്നേ ഉള്ള 2015 എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കൺഫ്യൂസ്ഡ് ആണ്. എനിക്കും അറിയത്തില്ല ഇത് അതിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഈ മാറി തിരിഞ്ഞ് ഉപയോഗിക്കാം, ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചിട്ടാണ്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് ചില ബ്രാൻഡിന്റെ ചില സാധനങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടും. അത് പ്രത്യേകം സ്കിൻ കൺസേൺസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 2 എൻറ്റയർലി ഡിഫറെന്റ് ബ്രാൻഡ് ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ കൊറിയൻ ബ്രാൻഡാണ് ആക്സ്വയുടെ ബ്രാൻഡും, അതുപോലെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് ബയോഡെർമ, അതിന്റെ ഒരു സാധനവും, പിന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് ഡോട്ട് ആൻഡ് മിനിമലിസ്റ്റ്. ഈ 3 സാധനം എടുത്തു. ഇത് 3 ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാലോ. പക്ഷേ എന്നാ വർക്ക് ചെയ്തൂടാ. ഇത് ബ്രാൻഡിലല്ല കിടക്കുന്നത്, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിലാണ്. ബ്രാൻഡുകൾ തമ്മിൽ അവർ എത്ര അടി ഉണ്ടെങ്കിലും അവർ തമ്മിൽ ഒരുമിച്ച് സ്കിൻ കെയറിൽ വർക്ക് ചെയ്യും. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് മാറുന്നതനുസരിച്ച് ഇതിന്റെ വർക്കിംഗ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വിറ്റാമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ അതേ സമയം റെറ്റിനോൾ ഉപയോഗിച്ചാൽ അത് ഒരേ ബ്രാൻഡിന്റെ ആണെങ്കിൽ നിങ്ങൾ പണി തരും. പക്ഷേ നിങ്ങൾ ഒരു ബ്രാൻഡിന്റെ വിറ്റാമിൻ സി സിറം വേറൊരു ബ്രാൻഡിന്റെ നാസിനമൈഡ് സിറം ഒരുമിച്ച് ഉപയോഗിച്ചാൽ അത് വർക്ക് ചെയ്യും. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കോഹാബിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇൻഗ്രീഡിയൻസിലോട്ട് പോവുക, ബ്രാൻഡിലോട്ട് പോകരുത്. എത്ര നല്ല ബ്രാൻഡ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ പൊട്ട പ്രൊഡക്റ്റ് കാണും. എത്ര പൊട്ട ബ്രാൻഡ് ആണെങ്കിലും ചിലപ്പോൾ നല്ല പ്രൊഡക്ട്സും നമുക്ക് അതിൽ കിട്ടാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റാറുണ്ട്. സോ ബ്രാൻഡുകൾ തമ്മിൽ മിക്സ് ചെയ്യുന്നുണ്ടോ, ഒരു ബ്രാൻഡ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടോ അല്ല കാര്യം, ഇൻഗ്രീഡിയൻസിലാണ് കാര്യം. ചില സമയത്ത് ചേച്ചി ഞാൻ ഡെർമോക്കോഡിന് എല്ലാം വാങ്ങിച്ചു, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെർമോക്കോഡ് സാലിസിലിക് ആസിഡ് എല്ലാ റേഞ്ചും വാങ്ങിച്ചു വെച്ചാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്കിന്നിൽ എപ്പോഴും നേരത്തെ കാലം മോക്കുരുണ്ട്. കാര്യം എന്താ, ഡെർമോക്കോഡ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഡെർമോക്കോഡ് സാലിസിലിക് ആസിഡ് സെറം, ഡെർമോക്കോഡ് സൺസ്ക്രീൻ, ഭാഗ്യ ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഉണ്ട് സൺസ്ക്രീൻ. ഇതിൻ്റെ ഇടയിൽ മോയ്സ്ചറൈസർ ഇല്ല. ഈ സെറം ഡെയിലി 2 നേരം അവരും എഴുതിയിട്ടുണ്ട് നിങ്ങൾ 2 നേരം യൂസ് ചെയ്യും. ഫേസ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉപയോഗിക്കും. അത് 1% അല്ല 2% ഫോമിംഗ് ഫേസ് വാഷ് കിട്ടിയാൽ അത് നിങ്ങൾ യൂസ് ചെയ്യും. ഇത് ഒരേ ബ്രാൻഡിന്റെ സാധനങ്ങളല്ലേ. പിന്നെ അങ്ങനെ നിങ്ങളുടെ മോൻ ചീത്തയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാലിസിലിക് ആസിഡ് 2% ഫേസ് വാഷിന്റെ ഫോമിൽ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നകത്തുള്ള ഓയിൽ വലിച്ചെടുക്കും. അതിന് 2% സാലിസിലിക് ആസിഡ് സെറം നിങ്ങൾ ഫേസിലോട്ട് ഉപയോഗിക്കുന്നു. ഓൾറെഡി ഡ്രൈ ആയി നിങ്ങൾ ഓയിൽ പ്രൊഡ്യൂസ് വലിച്ചെടുത്തില്ലേ, വീണ്ടും നിങ്ങൾ ഓയിൽ വലിച്ചെടുക്കാനായിട്ട് സാലിസിലിക് ആസിഡ് സെറം കൊടുക്കുന്നത് എന്തിനാ? പിന്നെ ഇത്രയും ഡ്രൈനെസ് സ്കിന്നിൽ ഉണ്ടാക്കിയിട്ട് ഒരു മോയ്സ്ചറൈസർ കൊടുക്കാതെ ഒരു സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യും.
സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. ചില സമയങ്ങളിൽ ഓയിലി സ്കിൻകാർക്ക് സൺസ്ക്രീൻ ഹൈഡ്രേറ്റിംഗ് സിറംസ് യൂസ് ചെയ്താൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാന്നല്ലാണ്ട് ഈ 2 സാലിസിലിക് ആസിഡ് സാധനം കൂടെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ കൂടെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റും കിട്ടാൻ പറ്റില്ല, സ്കിൻ ഡാമേജ് ഉണ്ടാവുന്നില്ല. കാരണം സ്കിന്നിൽ തീരെ ഓയിൽ ഇല്ലാത്തത് കാരണം സ്കിൻ വീണ്ടും എക്സസീവ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ആ ഓയിലിനെ തടയും. അത് കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, സ്കിൻ എക്സ്ട്രീംലി ഡ്രൈയും അതല്ലെങ്കിൽ എക്സ്ട്രീംലി പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവും. പക്ഷെ അതിന് പകരം നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഒരു ജെൽ ബേസ് സൺസ്ക്രീൻ, ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യും. വീക്കിലി വൺസ് നൈറ്റ്ലി സാലിസിലിക് ആസിഡ് സിറം മാത്രം യൂസ് ചെയ്ത് നോക്ക്. പല പല ബ്രാൻഡിന്റെ തന്നെ പല പല സാധനങ്ങൾ വാങ്ങിച്ചുപയോഗിച്ചു വർക്ക്. അവിടെ ബ്രാൻഡ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഇൻഗ്രീഡിയൻസ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രാൻഡ് അല്ല ഇമ്പോർട്ടൻറ്റ്, ഇൻഗ്രീഡിയൻസ് ആണ്. അതൊരു നല്ല ബ്രാൻഡിന്റെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്, ഹൈ റേഞ്ചുള്ള പ്രൊഡക്റ്റ് വേണം എന്നില്ല. ലോ റേഞ്ചുള്ള നമ്മുടെ ലോ റേഞ്ച് ഇൻ ദ സെൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള നല്ലൊരു ബ്രാൻഡിന്റെ നല്ലൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ലക്ഷറി ബ്രാൻഡിന്റെ നമ്മുടെ ആക്സ്വേ എടുത്തോ. നിങ്ങൾ ആക്സ്വേ എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് സ്കിൻ കെയർ ബ്രാൻഡ് ആണെന്ന് അറിയാലോ നിങ്ങൾക്ക്. അതിന്റെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ക്രീം നല്ല സൂപ്പറാണ്, അവർ മോയ്സ്ചറൈസർ സൂപ്പറാണ്. പക്ഷെ ഒരു ഹൈഡ്രേഷന് വേണ്ടി ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, പ്ലമ്മിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ പ്ലമ്മിന്റെ ആണ് നല്ലത്. പക്ഷെ ആ മോയ്സ്ചറൈസർ നല്ലതല്ലേ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ ആ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ അതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. മോയ്സ്ചറൈസർ ബേസിക്കലാണ് നല്ലത്, പക്ഷെ അവരുടെ അന്നും പറഞ്ഞിട്ട് അവരുടെ സിറം അഴിക്കുകയാണെന്നാണോ? അല്ല, അവരുടെ സിറം അത്രയും പൊളിയായിട്ടുള്ള സാധനമാണ്. സോ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ബ്രാൻഡിങ്ങിലല്ല. അത് എപ്പോഴും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ കമ്പൈൻ ചെയ്യണം, എന്താ കമ്പൈൻ ചെയ്യേണ്ട എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയറിന്റെ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതും കൂടെ ഒന്ന് കണ്ടു കേട്ടോ, അപ്പോൾ മനസ്സിലാവും. ആ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് നോട്ട് ദ ലീസ്റ്റ് ക്വസ്റ്റ്യൻ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് പറയാൻ പോകണം. എന്താണെന്നല്ലേ, ഞാൻ സ്ഥിരം റീൽസിലും ഷോർട്സിലും കേൾക്കുന്ന, ഞാൻ എൻ്റെ ഫേസിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. നാച്ചുറൽ ആയിട്ടുള്ള സാധനം എൻ്റെ ഫേസിലേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ മുഖത്ത് പുറത്ത് പോയി ടാൻ അടിച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കടലമാവ് ഇടുകയോ അതല്ലെങ്കിൽ തൈര് ഇടുകയോ തക്കാളി ഇടുകയോ ആയിരിക്കും. പ്രധാനമായിട്ട് തൈരും തക്കാളിയാണ് ഫേസിൽ. തൈരിനകത്തുള്ളത് ലാക്റ്റിക് ആസിഡ്, തക്കാളിക്കകത്തുള്ളത് സിട്രിക് ആസിഡ്, മെല്ലിക് ആസിഡ്. ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രോപ്പറായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ബോട്ടിലിൽ കിട്ടുന്നത്. തക്കാളിയും തൈരും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, പക്ഷെ അത് നിങ്ങളുടെ സ്കിന്നിൽ തരുന്നതിന് നല്ല റിസൾട്ട് ഈ സാധനങ്ങളും തരും. പക്ഷെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് നാച്ചുറൽ അല്ലേ? ലാക്റ്റിക് ആസിഡ് സിന്തറ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് സാധനം നാച്ചുറൽ തന്നെയല്ലേ? അതിനകത്തുള്ള സിട്രിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് തന്നെയല്ലേ? നമ്മുടെ പീലിലുള്ള ലാക്റ്റിക് ആസിഡ് സംഭവം കിടക്കുന്നത് നാച്ചുറൽ എന്ന് പറയുന്ന ഒന്നുമില്ല, എല്ലാം നാച്ചുറലാണ്. വാട്ടറും കെമിക്കലാണ്, H2O. അതുപോലെ എല്ലാം നാച്ചുറൽ എന്ന് പറയുന്ന സാധനം എപ്പോഴും സ്കിന്ന് നല്ലതാവണം എന്നില്ല. അതേസമയം നാച്ചുറലാണ് നമ്മുടെ നാരങ്ങ നീര് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇരിയും നമുക്കറിയാലോ. പക്ഷെ വിറ്റാമിൻ സി നാച്ചുറൽ അല്ല. നിങ്ങളുടെ ചില ആൾക്കാരുടെ അക്കോർഡിംഗ് വിറ്റാമിൻ സി സിറം നാച്ചുറൽ അല്ല. ഈ വിറ്റാമിൻ സി സിറം അതേസമയത്ത് സ്കിന്ന് ബ്രൈറ്റ്നസ്സും കിട്ടും. സോ നാച്ചുറൽ അൺനാച്ചുറൽ എന്നുള്ള കാര്യത്തിലല്ലേ, എല്ലാത്തിലും കോമ്പൗണ്ട് ഒന്നാണ്. സ്കിൻ കെയറിലോട്ട് വരുമ്പോൾ അത് സ്കിന്നിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ അത് ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റതിലോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമ്മുടെ സലൈവയിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും പോയി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് നമ്മുടെ ഫേസിലും ബോഡിക്കോ കിട്ടുന്നത്. അത് ലാസ്റ്റേ കിട്ടാനും പോകുന്നുള്ളൂ. അത് ഡയറക്റ്റ് നമ്മുടെ മുഖത്തോട്ട് അബ്സോർബ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് എവിടെയാണോ ഡൈജസ്റ്റീവ് ജ്യൂസ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. സോ നാച്ചുറൽ എന്നുള്ള കാര്യത്തിലല്ല, സ്കിന്നിൽ എന്ത് വർക്ക് ചെയ്യുന്നു സ്കിൻ ഡാമേജ് ഇല്ലാതെ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എന്നോട് ചോദിക്കാനുള്ള 10 കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. അഥവാ ഞാൻ നിങ്ങൾ ചോദിച്ച ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ ഡൗട്ട്സ് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ ചൊവ്വാഴ്ച Q&A ചെയ്യാറുണ്ട് അവിടെയോ, അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേ പറ്റും. പ്ലീസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല, ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.